അപ്പാണിക്കിട്ടൊരു വലിയൊരു അടി കിട്ടാനുള്ള ചാൻസ് ഉണ്ട്. വേറൊരു സാധനം ഇവിടെ നടക്കുന്നുണ്ട്. ഇപ്പൊ അത് പുറത്തു പോകുമ്പോ നെഗറ്റീവ് അടിക്കാൻ ചാൻസ് ഉണ്ട്. ബിൻസി ആയിട്ട് ബിൻസിനെ ഇപ്പം ഒരു കോംബോ കളി കളിക്കുന്നുണ്ട് ഇപ്പൊ ബിൻസി ആയിട്ട്. ശ്രദ്ധിച്ചതിനൊക്കെ ശ്രദ്ധിച്ചാ ഇനി ശ്രദ്ധിച്ചോ. ഇനി ഇക്ക ശ്രദ്ധിക്കണം. ഇല്ലില്ല അവിടെ ഒന്നും ഇല്ല. റോങ് ആവത്തേ ഉള്ളൂ. എന്തോ സംഭവം ഉണ്ട്. എല്ലാവർക്കും നമസ്കാരം. അപ്പാനി, വിൻസി, ശൈത്യ ഇവരുടെയൊക്കെ സംസാരം കേട്ട ഇവര് അപ്പാനി വിൻസി കെട്ടിപ്പിടിച്ചത് വരെ അതിൻ്റെ എല്ലാ ഉത്തരവാദിത്തം അനുമോളാന്ന് തോന്നുന്നു. ഞാനിവിടെ അനുമോള് ചെയ്യുന്ന എല്ലാം നല്ലതെന്നൊന്നും ഞാൻ പറയത്തില്ല. കുറേ എല്ലാം അനുമോളുടെ കയ്യിലുണ്ട് പ്രശ്നങ്ങൾ, അതൊക്കെ ഉണ്ട്. എന്നാലും ഈ വന്നു കയറിയ ഇവർ പറയുന്നതും പ്രവർത്തിക്കുന്നതും അനുമോളെ അറ്റാക്ക് ചെയ്യുന്നതും കണ്ട ഇവർ ചെയ്ത എല്ലാ കാര്യവും അനുമോള് കാരണം ഉണ്ടായതായതുപോലെയാണ്. ലാസ്റ്റ് പോകുന്ന ആ എപ്പിസോഡിൽ വിൻസി കിടന്ന് എന്താണെന്ന് കാണിച്ചു കൂട്ടിയത് അപ്പാനിയോട്. അത് കണ്ടിട്ടല്ലേ ജനങ്ങൾക്ക് സംശയം തോന്നിയേ. പക്ഷെ അതിൻ്റെ ഉത്തരവാദിത്തം അനുമോൾ ഏറ്റെടുത്തോളം. അപ്പം അതാണ് അനുമോള് അനീഷിനോട് കോപ്രായം കാണിച്ചത്. അത് അത്ര നല്ല കാര്യമാണെന്ന് ഞാൻ പറയില്ല കേട്ടോ. അത് കാണിച്ചില്ലേ, അതുപോലെയാണ് ഞങ്ങൾ. എന്താണ് അവർ വരുത്തി തീർക്കാൻ നോക്കുന്നത്. അനുമോൾ അനീഷിനെ കയറി കെട്ടിപ്പിടിച്ചിട്ടൊന്നുമില്ല. പുറകെ അകലെ നിന്നുള്ള കോപ്രായമൊക്കെ കാണിച്ചുള്ളൂ. ആ കോപ്രായം വിശ്വസിച്ച് അനീഷ് പോയി. ഇനിയിപ്പോൾ അത് അനീഷിൻ്റെ ഗെയിമാണ്. പലതും പറയുന്നു, ബിഗ് ബോസിൻ്റെ സ്ക്രിപ്റ്റുകളായി മാറാം. ഇപ്പം എനിക്ക് അങ്ങനെ തോന്നുന്നുണ്ട്. കാരണം ലാലേട്ടൻ്റെ എപ്പിസോഡിൽ വന്നിട്ട് പില്ലോ കൊടുക്കുന്നു. എന്തൊരു സ്നേഹമാണ് ആദില, നൂറ, അനുമോള് തമ്മിൽ. പുറത്തിറങ്ങിയാൽ സ്നേഹിക്കും, കൂടപ്പിറപ്പുകളെ പോലെ പരസ്പരം എന്തൊരു സ്നേഹം. ഇന്നലെ കണ്ടല്ലോ ആദിലയുടെ പരിപാടി. അപ്പോൾ ഇത് എന്തായി നടക്കുന്നത്? നമ്മളെ കൺഫ്യൂഷൻ ആക്കുന്നവരാണ് സീസൺ 7. ഇന്നൊരു സ്നേഹവും കെട്ടിപ്പിടുത്തവും കാണിച്ചാൽ നാളെ ഇവർ ശത്രുക്കളായിട്ട് കാണിക്കും. ആരുടെയോ കയ്യിലെ കളിപ്പാവ് പോലെയാണ് തോന്നുന്നത്, അല്ലാതെ ഇവർക്ക് സ്വന്തമായിട്ടിരുന്ന കണ്ടൻ്റായിട്ട് തോന്നുന്നില്ല. അതുകൊണ്ട് ഞാൻ പറഞ്ഞു വരാം. ഏതായാലും ശൈത്യയാണ് ആദ്യമായിട്ട് അപ്പാനി ബിൻസി തമ്മിൽ എന്തോ ഉണ്ട് എന്നുള്ള രീതിയിൽ ആ ഹൗസിൽ സംസാരിച്ചത്. അതാണ് ഇപ്പോൾ ഇവിടെ ഇട്ടെ, നിങ്ങളത് കണ്ടാണ്. പക്ഷെ ആ ശൈത്യ വന്നിട്ട് ഇന്നലെ ഇരുന്ന് പറയുന്ന കേട്ടോ അനുമോൾക്കെതിരെ അനുമോൾ പ്രവീണിനോട് കോംബോ പിടിക്കാൻ പറഞ്ഞെന്ന്. വന്നപ്പോൾ തൊട്ട് അനുമോളെ എങ്ങനെ നെഗറ്റീവ് ആകാം. ഈ പെൺകുട്ടികൾ ഇറങ്ങിപ്പോയപ്പോഴും കട്ടപ്പ എന്നൊരു പേരുണ്ടെങ്കിലും വിൻസിക്ക് അപ്പാനിയെ കുട്ടിയൊരു പേരുണ്ടെങ്കിലും അതൊന്നും അത്രയ്ക്ക് അങ്ങനെ അങ്ങ് പറഞ്ഞു കഴിഞ്ഞു, എല്ലാവരും മറന്നു. ഇനിയിപ്പോൾ അതൊന്നും ഒരു വിഷയമല്ല, വിൻസിയൊന്നും അത് വെച്ച് നോക്കുമെന്നില്ല. പക്ഷേ ഇപ്പം നടത്തുന്ന പ്രകടനം കണ്ട വളരെ സംശയം തോന്നും. ഇപ്പം വീണ്ടും അതെല്ലാം ഓർപ്പിച്ച് വീണ്ടും അതൊരു കണ്ടന്റ് ആക്കി എടുത്തിട്ട് എന്ത് ഷോയാണ് വിൻസിയൊക്കെ കാണിക്കുന്നത്. കാര്യം അനുമോളെ അറ്റാക്ക് ചെയ്തപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. വിൻസി പറഞ്ഞാൽ ശരിയല്ലേ, അനീഷിനെ കുരങ്ങളിപ്പിച്ചില്ലേ, അത് വിൻസി ചോദിച്ചപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. കമന്റ് ബോക്സിലൊക്കെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. സത്യത്തിൽ ഇനി അനുമോള് ചെയ്യുന്നതെല്ലാം ശരിയെന്നൊന്നും ഞാൻ പറയത്തില്ല കേട്ടോ. എന്നാലും ഈ എല്ലാവരുടെ അറ്റാക്ക് മേടിക്കാനുള്ള ഒരു ധൈര്യം അത് ഞാൻ സമ്മതിച്ചിരിക്കുന്നു. സഹിക്കുക എന്ന് പറഞ്ഞാൽ എങ്ങനെ ഇങ്ങനെ സഹിച്ച് നിൽക്കാൻ പറ്റുന്നവാ? എല്ലാവർക്കും ഒന്നും സാധിക്കുന്ന കാര്യമില്ല. കാരണം ചുറ്റുവട്ടത്തുള്ള എല്ലാവരും കൂടെ ഒന്നിച്ചാണ് അറ്റാക്ക് ചെയ്യുന്നത്. ഈ PR എന്ന് പറയുന്ന വിനു അതിനെപ്പറ്റി ഒരു വാക്ക് പറയുന്നുണ്ട്, അതൊന്ന് കേട്ട് നോക്കി. അതൊക്കെ ഈ അനുമോളെ തകർക്കാനൊരു ഇതായിരുന്നു. നമ്മള് മെന്റലി മാക്സിമം എത്രത്തോളം തകർക്കാൻ പറ്റും അത്രത്തോളം തകർക്കും. ഫിസിക്കലി നമ്മൾ തകർക്കാൻ പറ്റാ. മെന്റലി എത്രത്തോളം നമ്മൾ ഡൗൺ ആക്കാൻ പറ്റും, ആ ഡൗൺ ആക്കി നിന്ന് തിരിച്ചു വരുന്നുണ്ടെങ്കിൽ അയാളുടെ തിന്നത്. വേറെ ആരും അത്ര ഡൗൺ ആയിട്ടില്ല. ഒരു ബൗൺസ് ബാക്ക് എപ്പോഴും ചെയ്യുന്ന അനുമോളാണ്. എത്ര ഡൗൺ ആയി പോയിട്ട് തിരിച്ചു വന്നോളൂ. ഇപ്പൊ ഇതിനകത്ത് ശരിക്ക് അപ്പാനി ഇന്നലെ പറയുന്ന കേട്ടപ്പം അനുമോള് കാരണം അവിടെയുള്ള പല മത്സരാർത്ഥികളുടെ ജീവിതം താഴ്ന്നെന്നൊക്കെയാണ് പറയുന്നത്. എന്താണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. എല്ലാവരുടെയാണ് അറ്റാക്ക് ചെയ്യുന്നത്. കേൾക്കുമ്പോൾ കാണുമ്പോഴത്തേനും ഒരാൾ അനുമോളുടെ ഈ തെറ്റുകളൊക്കെ കാണും, പല ഗെയിം ഉള്ള തന്ത്രങ്ങളും അതും ഇതുമൊക്കെ കാണും. ഇക്കണക്കിന് അനുമോളെ ഈ ആര്യനും ജീസയിലും ഇനി അവർ രണ്ടുപേരൂടെ വന്നിട്ട് എന്താ പറയുന്നറിയില്ല. ഏതായാലും അന്ന് അനുമോളെ അവർ അത്രയ്ക്ക് അങ്ങോട്ട് അറ്റാക്ക് ചെയ്തിട്ടില്ല. ഇപ്പം ഈ പോയിട്ട് വന്ന മത്സരാർത്ഥികൾ, പിന്നെ ഇതുവരെയുള്ള സീസണിലൊന്നും അല്ലാത്ത പോലെ ഈ പോയിട്ട് വന്ന മത്സരാർത്ഥികൾ അവർ കണ്ടന്റ് ആക്കി ഓരോരുത്തരെ ടാർഗറ്റ് ചെയ്ത് വിഷമിപ്പിക്കുന്നു. അത് ബിഗ് ബോസ് കൊടുത്ത സ്ക്രിപ്റ്റ് ആയിരിക്കും. കാരണം ഇപ്പം നെവിനെ കരയിപ്പിച്ചു,
അതോർക്ക് നിവിൻ കിടന്ന് കരഞ്ഞു പോകുന്നു. കിച്ചനെ അതിനുവേണ്ടി അക്ബർ വാദിക്കുന്നു. ഇപ്പുറത്തെ സൈഡിൽ മുൻഷി രന ഫാത്തിമ അടി ഉണ്ടാക്കുന്നു. ഇപ്പുറത്തെ അനീഷിനെ മുൻഷി ചൂടാക്കുന്നു. പിന്നെ അങ്ങനെ നോക്കുമ്പോൾ അടിയോടടിയാണ് ഇവരെല്ലാം പരസ്പരം. ഇതൊരു കണ്ടന്റ് ആയിട്ട് കൊടുത്തതായിരിക്കാം ബിഗ് ബോസ് ഇങ്ങനെ ചെയ്തോ എന്നുള്ള രീതിയിൽ. അതുപോലെ തക്കാളി ശാരിക എന്തൊക്കെ വൃത്തികേട് പറഞ്ഞുണ്ടാക്കുന്ന, അനുവിനെ കുറിച്ച് എന്തോ വൃത്തികേട് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ അടിയുണ്ടാക്കുന്ന മറ്റേ ആദില. ഇനി ആദില ഇന്നലെ കട്ടപ്പയായ ആ സീനൊന്ന് കണ്ടു നോക്കി. തെല്ലത്തിരുന്ന് ഡ്രസ്സാണ് താഴും കേറും നമ്മളാണ് സ്റ്റിച്ച് ചെയ്യുന്നത്. അപ്പൊ പറഞ്ഞു ബിൻസിന്റെ ക്ലീവേജ് ഒക്കെ കാണിച്ചവിടെ പോയിരിക്കുന്നുണ്ടെങ്കിൽ എന്താ അല്ലേ അങ്ങനത്തെ ഉള്ളൊരു സംഗതികൾ പറഞ്ഞു. ഒരു ഏത് നൂറ്റാണ്ടിലാണ് ജീവിക്കുന്നത്? ഇവിടെ എന്തൊക്കെ കാണിക്കുന്നുണ്ടായിരുന്നു? മൈക്ക് ഇട്ടോയില്ലല്ലോ, ചെവിക്കറിയാം. ഞാൻ കേൾക്കും. ഞാൻ വിചാരിച്ചില്ല നീ ഇങ്ങനത്തെ ഒരു വർത്താനം എന്നോട് പറയുന്നത്. ഞാൻ പറയലില്ല. എന്റെ കൂടെ ശൈത്യം ഉണ്ടായിരുന്നു ഒന്ന്. നീ എന്നോടാ പറഞ്ഞത് നുണച്ചി. നീ എന്നോടാ പറഞ്ഞത് നുണച്ചി പാറു. നീ എന്നോടാ മോളെ പറഞ്ഞത്. നീ വേറെ കള്ളക്കരച്ചിലും മാത്രമായിരുന്നു ഇവിടെ. അത് കഴിഞ്ഞപ്പോ ആരോ എന്തോ ഓതി തന്ന് പുറത്തെ PR കാര്യത്തിന് ഓർമ്മ വന്നപ്പോ നീ കളി മാറ്റി കളിച്ച്. അന്ന് പറഞ്ഞ നീ വലിയ മികച്ച ആളായതുകൊണ്ട് എല്ലാവരും ഇവിടെ ഇരിക്കുന്നത്. നിന്റെ കഴിവുകൊണ്ട് എല്ലാവരും ഇവിടെ ഇരിക്കുന്നത്. പുറത്ത് നീ പൈസ എണ്ണിക്കൊടുത്തോണ്ട് മാത്രമാണ് ഇരിക്കുന്നത്. അത് നിന്റെ കഴിവല്ല. നീ മനസ്സിലാക്കാം. ശരിക്കും ലാലേട്ടൻ എപ്പിസോഡ് നിങ്ങൾ കണ്ടില്ലേ? ആ പില്ലോ കൊടുത്തിട്ട് ആദില, നൂറ, അനുമോള് ഇവരൊക്കെ പറയുന്നത് എന്താണ്? പുറത്തിറങ്ങിയാലും കൂടപ്പുറപ്പ് പോലെ എന്നും ഒരു സ്നേഹം ഉണ്ടായിരിക്കും എന്നാണ് പറഞ്ഞത്. അപ്പോൾ ഈ ഒരു ഫ്രണ്ട് ഇനി കൂടപ്പുറപ്പ് പോലെ ഒന്നും കാണണ്ട, ജസ്റ്റ് ഫ്രണ്ട്സ് ആണെങ്കിൽ പോലും നമ്മളോടൊരു അവസരത്തിൽ മറ്റൊരു മൂന്നാമതൊരു വ്യക്തിയെ പറ്റി എന്തെങ്കിലും ഒന്ന് വാ തുറന്ന് പറഞ്ഞെന്ന് വെച്ചു, അത് നമ്മൾക്ക് അവരിൽ കൊടുക്കുന്ന ഒരു വിശ്വാസത്തിന്റെ പുറത്ത് പുറമേ ഉള്ള ഒരു വ്യക്തിയോടെ പറ്റി നമുക്ക് എന്തെങ്കിലും പറയാൻ തോന്നുമ്പോൾ നമ്മൾ അവരോട് അത് പറയുന്നുണ്ടെങ്കിൽ ആ വ്യക്തിയിൽ നമ്മൾ അത്രയും വിശ്വസിക്കുന്നു. വിൻസിയെ പറ്റി ആദിലയോട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അനുമോള് അത്രമേൽ ആദിലെ വിശ്വസിച്ചിട്ട് അവിടെ ഇരുന്ന് ഒരു കമന്റ് പറയുന്നു. ഇവര് തമ്മിൽ നമ്മൾ കണ്ടിരിക്കുന്നത് ഇവര് മൂന്നും ഫ്രണ്ട്സ് ആയിട്ടാ. ഈ പുറത്തു പോയ വിൻസി വരുമ്പം ആദിലെ അത് വിളിച്ചു കൂവി പറയുന്നു. ഇതിൻ്റെ അകത്ത് എന്തോ ഒരു പൊരുത്തക്കേട് എനിക്ക് തോന്നുന്നുണ്ട്. ഇതൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ട് പറയുന്ന പോലെ ബിഗ് ബോസിന്റെ സ്ക്രിപ്റ്റ് ആണോ അതോ ഒറിജിനലായിട്ട് ആദില, നൂറ ഇങ്ങനെയാണോ? ഇവരുടെ ക്യാരക്ടർ ഇങ്ങനെയാണോ? കൂട്ടുകൂടുക, അപ്പം തന്നെ ചതിക്കുക. ഇവർ ഇതുവരെ ചെയ്തിരിക്കുന്ന ഗെയിം അങ്ങനെ തന്നെയാണ്. ലാലേട്ടൻ വരുമ്പോഴൊക്കെ അനുമോളെ തള്ളി പറയുക, ഒരു വിഷയത്തിൽ ഒരു വഴക്കുണ്ടായ അനുമോളെ അപ്പം തന്നെ അനുമോളുടെ എതിർകക്ഷികൾ ആരാണോ അവർക്കൊപ്പം നിൽക്കുക. 10 മിനിറ്റ് കഴിയുമ്പോൾ ഇവർ വീണ്ടും കൂട്ടുകൂടി കെട്ടിപ്പിടിക്കുക. ഇത് എന്തോ ഒരു പൊരുത്തക്കേടാണ് കണ്ടിട്ട് തോന്നുന്നത്. റിയൽ ക്യാരക്ടർ അല്ലേ? അതോ എല്ലാവരുടെയും കയ്യിലെ കളിപ്പാവയായിട്ട് ചലിച്ചുകൊണ്ടിരിക്കുകയാണോ? അതോ ഇതിങ്ങനെ റിയൽ ക്യാരക്ടർ ആണോ? ഇങ്ങനത്തെ സ്വഭാവം ആർക്കെങ്കിലും വരുമോ? ഇങ്ങനത്തെ സ്വഭാവം വരുന്നവരെ പിന്നീട് അനുമോള് കൂട്ടുകൂടി പിടിക്കുന്നില്ലേ? അവിടെയാണ് ഡൗട്ട്. ഇത്രയെല്ലാം കുത്തിയാലും അനുമോള് പിന്നെയും പോയി ഇവരോട് കൂടുന്നു. അതിൻ്റെ അകത്താണ് ഒരു ഡൗട്ട് കിടക്കുന്നത്. അപ്പോൾ ഇതൊരു കളിയാണെന്ന് മനസ്സിലാക്കിയുള്ള പ്രേക്ഷകരെ മണ്ടന്മാരാക്കുന്നതാണോ എന്നെനിക്കൊരു സംശയമുണ്ട്. കാരണം ഈ സീസൺ 7 എന്ന് പറഞ്ഞാൽ പുതിയ ക്രൂ മെമ്പർമാരാണ്. അവരെന്താണ് ഐഡിയ ഇടുക എന്നൊന്നും നമുക്കറിയത്തില്ല. അപ്പം എന്താണേലും അനുമോളെ ഇന്നലെ ആദില ചതിച്ച ചതി, അതുപോലെ കട്ടപ്പ വന്നേച്ച് ശൈത്യയുടെ വ്യക്തിത്വം ഉണ്ടല്ലോ. ഇത്രയും പ്രായമല്ലേ ഉള്ളൂ, വക്കീലാന്നൊക്കെ പറയുന്നു. ആ വക്കീലിന് ചേർന്ന ക്യാരക്ടറായിട്ട് വേണേൽ പറയാം, ക്രിമിനൽ വക്കീലിന് ചേർന്ന്. കാരണം എത്ര സത്യം ഉണ്ടെങ്കിലും ആ സത്യങ്ങളെല്ലാം വളച്ചൊടിച്ച് വേറൊരു രീതിക്കാക്കുക എന്നുള്ളതാണല്ലോ ക്രിമിനൽ വക്കീൽ ചെയ്യുക. അതിന് ചേരുന്ന സ്വഭാവമൊക്കെയാണ്. എന്താണേലും ശൈത്യമാണ് ഇത് അവിടെ ആദ്യം പറഞ്ഞു. ഇങ്ങനെയാണ് പല കാര്യങ്ങളുടെയും പോക്ക്. പക്ഷേ ആ ഹൗസിലുണ്ടായ മുഴുവൻ കാര്യങ്ങളും ഏറ്റെടുക്കേണ്ട ഒരേ ഒരു വ്യക്തി അനുമോളാണ്. അത് ഇപ്പം ഞാൻ ആദ്യം പിന്നെയും പറയുന്നു, അനുമോൾ എന്ന ക്യാരക്ടർ കംപ്ലീറ്റ് നീറ്റ് സ്വഭാവം വളരെ പുണ്യാളത്തിയാണെന്നൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷേ ഇവർ അറ്റാക്ക് ചെയ്യുന്നതിനെ ഈ പെൺകുട്ടി പിടിച്ചു നിൽക്കുന്ന ഒരു രീതി എനിക്ക് വളരെ ഇഷ്ടമാണ്. അപ്പോൾ ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്. അടുത്ത വീഡിയോ കാണാം.